ഹലോ ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ടോട്ടലി മാർക്കറ്റിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ച് ദിവസമായിട്ട് ഡ്രൈ വോളിയംസ് ആയിരുന്നു എന്ന് ഞാൻ ഏകദേശം നമ്മുടെ പബ്ലിക് ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ടെലിഗ്രാമിൽ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടുകൾ ഞാനിവിടെ ഇടാറുണ്ട്. ചില സ്റ്റോക്സിൻ്റെ അനാലിസിസ്, പിന്നെ ഞാൻ എടുക്കുന്ന ട്രേഡ്സിൻ്റെ അപ്ഡേറ്റ്സ്, പിന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അത് കോൺടാക്ട് ചെയ്യാനുള്ള ID ടെലിഗ്രാമിൽ എല്ലാ അവസരവും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മാക്സിമം ആളുകൾക്ക് എന്നെ റീച്ച് ചെയ്യാനുള്ള അവസരം ഇതിലുണ്ട്. സോ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മളെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് എന്താ ഉള്ളത്, അപ്പ് സൈഡ് പോകുന്നു, കൺസോളിഡേഷൻ ചെയ്യുന്നു, ഒന്ന് ഡൗൺ സൈഡ് വരുന്നു. ഇതിനപ്പുറം പ്രത്യേകിച്ചൊന്നും നിഫ്റ്റിയിൽ നടന്നിട്ടില്ല. മാർക്കറ്റ് ഒരു ഡിമാൻഡ് എടുത്ത് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വൺ ഡേ ചാർട്ടിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. 15 മിനിറ്റ് ചാർട്ട് എടുക്കുക. 15 മിനിറ്റ് ചാർട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? 15 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ സ്ട്രക്ചറിൽ ഇരുന്ന് മനസ്സിലാക്കുക, മാർക്കറ്റ് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ആൻഡ് മാർക്കറ്റ് എന്ത് സംഭവിച്ചു? ഒരു ഡൗൺ സൈഡ് മൊമെന്റം വന്നു. അതായത് സ്ട്രക്ചറലി മാർക്കറ്റ് ഒന്ന് നെഗറ്റീവിലേക്ക് പോയിരുന്നു. ഇന്നലത്തെ ദിവസം മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരികയാണ് ഉണ്ടായത്. ആൻഡ് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടോ? ഈ ഡൗൺ സൈഡ് പോയ ശേഷം അതിനുള്ള കണ്ടിന്യൂറ്റി ഉണ്ടോ? ആ കണ്ടിന്യൂറ്റി ഇല്ല. മാർക്കറ്റ് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് അവസാന നിമിഷങ്ങളിൽ അപ്സൈഡ് മൊമെന്റത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. സോ ഇത് ഫേക്ക് മൂവ്മെന്റ്സ് ആണോ എന്നുള്ളതൊക്കെ ദൈവത്തമ്പുരാന് തന്നെ അറിയാം. അതാണ് സത്യാവസ്ഥ. ഇത് ഇങ്ങനെ നിഫ്റ്റിയുടെ കഴിഞ്ഞ കുറേ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു മൂവ്മെന്റ് അവസാന നിമിഷത്തിൽ വരുന്നത്. നിഫ്റ്റിയിലുണ്ടായ മാറ്റങ്ങൾ, സെബിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കാണും. ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ്, ഇത് എത്ര വിശ്വസിക്കാം ഇങ്ങനത്തെ മൂവ്മെന്റ്സിനെ നമുക്ക് അറിയാൻ പാടില്ല. റിയൽ മാർക്കറ്റിൽ എന്താ നടക്കുന്നത്, അവസാനത്തെ ഒരു 15 മിനിറ്റിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം വളരെ എന്താ പറയുക, കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് നിലവിലുള്ള ഡേറ്റ കണക്കാക്കിയായിരിക്കണം നമ്മൾ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കേണ്ടത്. സോ നിഫ്റ്റി നിലവിലുള്ള അവസ്ഥ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കഴിഞ്ഞു. ഏകദേശമുള്ള സെല്ലേഴ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിഫ്റ്റിയുടെ ഒരു വ്യൂ ബാക്കി നമുക്ക് പറയേണ്ടത് ഇനി നമ്മുടെ വേൾഡ് മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് പെർഫോം ചെയ്യുന്നു എന്നുള്ള നോക്കിയിട്ടാണ്. അപ്പം നാസ്ഡാക്ക്, S&P ആൻഡ് ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ ഇത് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ 62 പോയിന്റ് ഡൗൺ ആണ്. അതായത് US മാർക്കറ്റ്സിന്റെ ഫ്യൂച്ചർ ഡൗൺ ആണ്. S&P ആൻഡ് നാസ്ഡാക്കിന്റെ ക്ലോസിംഗ് ഭേദപ്പെട്ട നിലയിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ടോട്ടലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. 1% എബോവ് ഒന്നും പോയിട്ടില്ലെങ്കിൽ പോലും നെഗറ്റീവ്ലി ട്രേഡ് ആണ്. ഏഷ്യൻ മാർക്കറ്റ്സ് മിക്സഡ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി 50 പോയിന്റോളം ഡൗൺ സൈഡ് ആണ്. സോ ഇത് ടൈം റെക്കോർഡ് ചെയ്യുന്ന സമയം 7 മണിക്ക് അകത്താണ്. സോ ഈ സമയത്തിനുള്ളിൽ മാർക്കറ്റ് 50 പോയിന്റ് ഡൗൺ ആണ് ഗിഫ്റ്റ് നിഫ്റ്റി. സോ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനുള്ള പോസിബിലിറ്റിയാണ് നിലവിലുള്ളത്. ടൈം ശ്രദ്ധിക്കുക, 7 മണിക്ക് മുന്നെയാണ് നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്നത്. നിക്കി നോക്കുകയാണെങ്കിൽ 1% അപ്പാണ്. 902 പോയിന്റ്സ് അപ്പ് സൈഡ് നിൽക്കുകയാണ്. സ്ട്രേറ്റ് ടൈംസ് 30 പോയിന്റ്സ് ഡൗൺ സൈഡ് നിൽക്കുകയാണ്. ഹാങ്സങ് 212 പോയിന്റ് ഡൗൺ സൈഡ് നിൽക്കുകയാണ്. തായ്വാൻ വെയിറ്റഡ് 545 പോയിന്റ് അപ്പ് സൈഡ്, അതായത് 1% എബോവ് നിൽക്കുകയാണ്. കോസ്പി 3% അപ്പാണ്, 243 പോയിന്റ് അപ്പാണ്. ഓക്കെ, സോ ഏഷ്യൻ മാർക്കറ്റ്സിന്റെ നിലവിലെ അവസ്ഥയിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ ലെവൽ നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥയായതുകൊണ്ട് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സോൺ 24,000 ആണ്. ഓക്കെ, ഇനി മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട സോൺ, ഇനി ഒരു ലോങ് സൈഡ് വരുവാണെങ്കിൽ 24,000 തന്നെയാണ് മേജർലി ഉള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. ആൻഡ് നമുക്ക് എബോവ് ദ സോൺ, എബോവ് ദിസ് ഏരിയ, ഇന്നലത്തെ സോൺസിന്റെ എബോവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു സപ്ലൈ സോൺ എന്ന് പറയുന്നത് 24,600 റേഞ്ചാണ്. ഓക്കെ, 24,600 റേഞ്ച് നമുക്ക് ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് അതിനുശേഷം 24,794. നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ചസിന്റെ ഇത് കണക്ക് കൂട്ടലായിരിക്കണം നമ്മൾ മാർക്കറ്റ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലുള്ള നിഫ്റ്റിയുടെ മൂവ്മെന്റ്സ് നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യുക. ഡ്രൈ വോളിയംസ് ആയിരുന്നു മെനഞ്ഞാന്ന്, അതും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ കാര്യം ഡീറ്റെയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രൈ വോളിയം ആയിരുന്നു എന്ന് പറയുന്നത്. FIA DIA ഡേറ്റാസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ്, മുകളിലോട്ടായിപ്പോയി. FIA DIA ഡേറ്റ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. വെറും സ്മോൾ 100 കോടിക്ക് താഴെയൊക്കെ ആയിരുന്നു FIA DIA ബൈയിങ് നടന്നത്. സോ അതിൻ്റെതായ മാറ്റമുണ്ട്. അപ്പോൾ ഇന്നത്തെ ന്യൂസസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വന്നിട്ടുള്ള കാര്യം അറിയാം.
10-15 സ്റ്റോക്സിന്റെ റിസൾട്ടുകൾ വരുന്നുണ്ട്. സ്ട്രോങ് ക്വാർട്ടർലി റിസൾട്ട് വരുന്നത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോളോ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 610 കോടിയായി, റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ GMR റിപ്പോർട്ടിന്റെ നെറ്റ് പ്രോഫിറ്റ് 91 കോടിയായിട്ടുണ്ട് ജൂൺ ക്വാർട്ടറിൽ. കമ്പനി ലാസ്റ്റ് ക്വാർട്ടറിൽ 212 മില്യന്റെ ലോസ് ആണ് നേരിട്ടത്. അവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 91 കോടി പ്രോഫിറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 21%. ലെൻസ്കാർട്ട് വളരെ നല്ലൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 272 കോടിയാണ്. ലാസ്റ്റ് ഇയർ 60 മില്യൺ ആയിരുന്നു. ഓക്കെ, റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ടാറ്റ മോട്ടോഴ്സ് CV എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 2560 കോടിയിലേക്ക്. റവന്യൂ ഇൻക്രീസും ചെയ്തിട്ടുണ്ട്. അബൌട്ട് ഇന്ത്യയുടേതാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 17.12% 429 കോടിയായിട്ടുണ്ട്. റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസും ഉണ്ട്. ഗുജറാത്ത് പിപ്പ VV പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വാസ്കോൺ എഞ്ചിനീയേഴ്സിന്റെ ന്യൂസ് ഉണ്ട്. 126 കോടിയുടെ ഒരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് വാസ്കോണിന്. ആസ്ട്രലിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 51%. പിന്നെ ബാജിൽ പ്രൊഡക്ട്സിന് ഒരു പുതിയ ഓർഡർ, ലാർജ് ട്രാൻസ്മിഷൻ ലൈൻ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 600 കോടിയോളം വരെയാണ് വരുന്നത്. സൺ TVയുടെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 618 കോടിയിലേക്ക്. ലാസ്റ്റ് ഇയർ 529 കോടിയായിരുന്നു. സോ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, ഇർക്കോണിന് ഒരു വീക്ക് റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റും ഡിക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഓക്കെ, പിന്നെ JSW എനർജി ഭൂട്ടാൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രഗ് ഗ്രീൻ പവർ കോർപ്പറേഷൻ ഭൂട്ടാനിലെയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് 920 മെഗാവാട്ട് ഹൈഡ്രോ പവർ പ്രോജക്റ്റിന്റെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഫൻസ് സ്റ്റോക്സ് എല്ലാം ഫോക്കസിലുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബിഗ് ടെൻഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിന് 1 ലക്ഷം കോടിയുടെ ഒരു ടെൻഡർ. അതായത് ഇതിന്റെ കീഴിൽ 60 മൾട്ടി റോൾ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓർഡറാണ്. അപ്പോൾ ടാറ്റ ഡിഫൻസ് സിസ്റ്റം, മഹീന്ദ്ര ഗ്രൂപ്പ് എല്ലാവരും പൊട്ടൻഷ്യൽ കണ്ടന്റേഴ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഇത്രയും ന്യൂസസ് നിലവിലുണ്ട്. നമുക്ക് ഏതെങ്കിലും സ്റ്റോക്സ് പരിശോധിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ഉള്ളത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഡൗട്ട്സ് ഉള്ളത് ഇപ്പോൾ നമുക്ക് എൻ്റെ ഇതിൽ ചോദിച്ച ഓർമ്മ വെച്ചിട്ട് ഞാൻ എടുക്കാം. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. SGIL ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ. സിനർജി ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസോൾട്ടേഷനിലാണ്. അപ്പോൾ ഈ കമ്പനി നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ചെന്നൈ പെട്രോളിയം ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്ത കമ്പനിയാണ്. പിന്നെ ഡൗട്ട്സ് ചോദിച്ച കമ്പനികളായിരിക്കും ഞാൻ ഓർത്ത് ഞാൻ ചെയ്യുന്നത്. ഏതാ കമ്പനി? ഒരുപാട് പേര് ഒരുപാട് സ്റ്റോക്സ് ഡൗട്ട്സ് ചോദിക്കുന്നതുകൊണ്ട് എല്ലാം ഒന്നും ഓർമ്മയില്ല എനിക്ക്. NLC ഇന്ത്യ റിസൾട്ടിൽ പ്രോഫിറ്റിൽ ലേശം മോശം വന്നതുകൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡ് വരികയാണ്. അപ്പോൾ ഒരു ഡിമാൻഡ് ഏരിയയിലാണ് നിൽക്കുന്നത്. മൾട്ടി ഇയർ സപ്പോർട്ടാണ്. ജൂലൈ 2024-2023 ഭാഗത്ത് ഒരു മൾട്ടി ഇയർ സപ്പോർട്ടിലാണ് നമ്മുടെ NLC ഇന്ത്യ നിൽക്കുന്നത്. NLC ഇന്ത്യയിൽ ഒരു ഫ്യൂച്ചർ മൂവ്മെന്റ് വേണമെങ്കിൽ തന്നെ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യണം കേട്ടോ. 300 എബോവ് ട്രേഡ് ചെയ്താൽ മാത്രമേ NLC ഇന്ത്യയിൽ ആ ഒരു ബുള്ളിഷ്നെസ് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിരിക്കും ബെറ്റർ. 300 ബ്രേക്ക് ചെയ്യണം NLC ഇന്ത്യയിൽ. ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡ് ഏരിയയിൽ തന്നെയാണ്. വലിയ ടെൻഷൻ അടിക്കേണ്ട. റിസൾട്ട് ലൈറ്റ്ലി എന്താ പറയുക, പ്രോഫിറ്റ് കുറഞ്ഞതിൻ്റെ പേരിലുള്ള മൂവ്മെന്റ് ആണ് നടക്കുന്നത്. കമ്പനി ഫണ്ടമെന്റലി ഒക്കെ നല്ല സ്ട്രെങ്ത് ഉള്ള കമ്പനി തന്നെയാണ്. ഓക്കെ, അപ്പോൾ വേറെ ഏതാണ്? ഇപ്പം നിങ്ങൾക്കുള്ള ഡൗട്ട്സ് മാത്രമാണ് ഞാൻ ഇപ്പം ചെക്ക് ചെയ്യുന്നത്. അത് നമ്മൾ എടുത്തിട്ടിരുന്നാലേ നമുക്കത് എന്താ പറയുക ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത നിലവിലുള്ളൂ. അപ്പോളോ ഹോസ്പിറ്റൽസ് ഒന്ന് നോക്കിക്കളയാം. അപ്പോളോ ഹോസ്പിറ്റൽസ് ഞാൻ ഹോൾഡ് ചെയ്യാണ് കേട്ടോ. അപ്പോളോ ഹോസ്പിറ്റൽസ് നമ്മൾ കുറച്ച് കാലമായിട്ട് ഞാൻ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിയിട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽസ് 9000 ഞാൻ ഏകദേശം 8000 റേഞ്ചിലാണ് വാങ്ങിയത്. ഇപ്പം എൻ്റെ ഒരു ബ്രേക്ക് ഈവൻ റേഞ്ചിൽ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് 9452 റേഞ്ചാണ്. അപ്പോൾ അത് വരുമ്പോഴേ ഞാൻ വിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ 10,000 നോക്കും. എന്തായാലും അപ്പോളോ ഹോസ്പിറ്റൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കമ്പനിയല്ലേ. അപ്പോൾ അത് അവിടെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് നല്ല ഒരു കാര്യം, വാസ്കോ എഞ്ചിനീയേഴ്സ് കൂടെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. വാസ്കോ എഞ്ചിനീയേഴ്സ് ലോസും പ്രോഫിറ്റും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. വാസ്കോൺ ഒന്ന് ചെക്ക് ചെയ്യാം. വാസ്കോണിൻ്റെ ടോട്ടൽ മാറ്റിയ ശേഷം വാസ്കോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിലാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ ഡൗൺ സൈഡ് വന്നു. ഈ സ്റ്റോക്കിൻ്റെ ഓരോ സ്റ്റോക്കിനും അതിൻ്റെതായ ഒരു ടൈം ഉണ്ട്. ഇപ്പം ആ ഒരു ടൈമിലാണ് നിൽക്കുന്നത് വാസ്കോൺ എഞ്ചിനീയേഴ്സ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ സൈഡ് വന്നു. 31 രൂപയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം
റിസൾട്ട് ബേസ്ഡ് മൂവ്മെന്റ്സിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. എന്നിരുന്നാലും 40 രൂപയ്ക്ക് മുകളിൽ മാത്രമേ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. 40 രൂപ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഹെവി മൂവ്മെന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതെന്നൊക്കെ പറഞ്ഞാൽ മൈനർ മൂവ്മെന്റ്സ് ആണ്. നിങ്ങൾ കണ്ടില്ലേ, സ്റ്റോക്ക് അത്രയും ഡൗൺ സൈഡിൽ നിന്ന് വന്നിട്ട് വീണ്ടും സ്ട്രക്ചറലി വീക്കാണ് സ്റ്റോക്ക്. പിന്നെ ഇവിടെ ഒരു അക്യുമുലേഷൻ ഫേസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു 40 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബയേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ കൂടുതൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.